പ്രിയ ദൈവപൈതലേ, എത്ര പേർക്ക് നിന്റെ ശൂന്യതയ്ക്കകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന്, നിന്റെ ദാരിദ്ര്യ അവസ്ഥയ്ക്കകത്തിൽ ഒന്ന് കരകയറണമെന്ന് ആഗ്രഹമുണ്ട് ഉണ്ടെങ്കിൽ ഇതാ ഞാൻ വചനത്തിന്റെ ഭാഗത്ത് പറഞ്ഞു തരിക. പത്രോസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ചെറിയൊരു മത്സ്യത്തെ പോലും കിട്ടാതെ. അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ള ആ ശൂന്യതയുടെ ചിന്തയ്ക്കകത്ത് വല്ലാതെ ഭാരപ്പെടുന്ന സമയത്ത് കർത്താവ് അവന്റെ പടകിനെ ഉപയോഗിച്ചതിന് ശേഷം അവനോട് പറയുകയാണ്, നീ ഇന്ന് എവിടെയാണോ ശൂന്യത അനുഭവിച്ചത് ആ ശൂന്യത നിറഞ്ഞ അതേ ഗലീല കടലിലേക്ക് തന്നെ എൻ്റെ വാക്കിന് നീ വലയിറക്ക്, അവിടെ നിന്റെ ശൂന്യത മാറുക. ആ കർത്താവിൻ്റെ വാക്കിന് മുമ്പോട്ട് ചുവട് വെച്ചപ്പോൾ അവൻ്റെ മാത്രമല്ല, അവൻ്റെ കൂടെ അധ്വാനിച്ചു കൊണ്ടിരുന്ന സകല കൂട്ടുകാരുടെയും പടകിനെ നിറയ്ക്കുവാൻ എൻ്റെ ദൈവം ഇന്നീ കടലിൽ ഒരു മത്സ്യം പോലും ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞ അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ വലിയ മാറ്റത്തെ കൈമാറി കൊടുത്തു. എങ്കിൽ ഏറിയ നാളുകൾക്ക് ശേഷം ടാക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസം അവനെ ബാധിച്ച സമയത്ത് അവൻ ഓടി കർത്താവിൻ്റെ അരികിൽ വന്നു. അപ്പോഴും കർത്താൻ പറഞ്ഞു, നീ നേരെ ചൂണ്ടയെടുത്തുകൊണ്ട് കടലിലേക്ക് പോകുക, അവിടെ നിനക്കൊരു മത്സ്യത്തെ ലഭിക്കും, അതിൻ്റെ വയറ്റിലിരിക്കുന്ന ചതുർദ്രഹ്മ പണമെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവിടെ ടാക്സ് കെട്ടുക. പ്രിയ ദൈവപൈതലേ, ശ്രദ്ധിച്ചു നോക്കിക്കേ, സമുദ്രത്തിന്റെ അഗാധത്തിനകത്തിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ മത്സ്യത്തെയും ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന ചതുർദ്രഹ്മത്തെയും ആ മത്സ്യം പത്രോസ് ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയിൽ കൊത്തണമെന്ന് കൽപ്പിക്കുന്ന ഒരു ദൈവത്തെയുമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ശൂന്യത നിറഞ്ഞ അവസ്ഥയ്ക്കകത്തിൽ നീ കർത്താവിന്റെ അരികിലേക്ക് ഓടി വന്നാൽ നീ ഇന്ന് അനുഭവിക്കുന്ന ആ ശൂന്യതയെ മറികടക്കാൻ നിനക്കെന്താണോ ആവശ്യമുള്ളത് അതിനെ നൽകിത്തന്ന് ശ്രേഷ്ഠമായി നിന്റെ തല ഉയർത്തുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിളിച്ചു പറ, എൻ്റെ ശൂന്യതയ്ക്കകത്തിൽ നിന്ന്, എൻ്റെ ദാരിദ്ര്യ അവസ്ഥയ്ക്കകത്തിൽ നിന്നും വ്യക്തമായി എന്നെ വിടുവിക്കുവാൻ ശക്തനായ ഒരു കർത്താവിനെ എനിക്കറിയാം. ആ കർത്താവിനെ ശ്രേഷ്ഠമായി വഴി നടത്തും. ആ കർത്തന്റെ വചനം ഒരിക്കൽ കൂടെ ഞാൻ പറയുക, ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകരത്തിൽ വഹിച്ചിരിക്കുന്നു. അതുതന്നെ നീ എപ്പോഴും കണ്ടോണ്ട് യാത്ര ചെയ്യുക. അപ്പോൾ നീ താണു പോകത്തില്ല, തളർന്നു പോകത്തില്ല. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.